ഹലോ എവ്രി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യൻ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോഴും അതിൻ്റെ ഓരോ ഓപ്ഷൻസ് എടുത്ത് വായിക്കുന്നില്ല, അത് നിങ്ങൾക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് പുനരുപയോഗിക്കാൻ പറ്റാത്ത ഊർജ സ്രോതസ്? ഓപ്ഷൻസ് വായിച്ചു നോക്കിക്കോളൂ. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ആണവോർജം. ഇത് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. പുനരുപയോഗിക്കാൻ കഴിയുന്നതും കഴിയാത്തതുമായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകളുടെ എക്സാമ്പിൾ: ജലവൈദ്യുതി, കാറ്റൂർജം, ബയോ എനർജി എന്നിവ പുനരുപയോഗിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ്. ആണവോർജം എന്ന് പറയുന്നത് പുനരുപയോഗിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, രന്തംബോർ ദേശീയോദ്യാനം. ഈ ദേശീയോദ്യാനം എവിടെയാണെന്ന് കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. രന്തംബോർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ഇന്ത്യയിലെ വിവിധ ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും ഒന്ന് അറിഞ്ഞിരിക്കുക. അതിൻ്റെ പേരുകളും അത് ഏത് സ്റ്റേറ്റിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും ഒന്ന് നോക്കി വെക്കണം. ഇന്ത്യയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വന്യജീവി സങ്കേതങ്ങളാണ് ഗൗതമ ബുദ്ധ, രാജ്ഗീർ, വാൽമീകി. ഈ മൂന്നും ബീഹാറിലുള്ള വന്യജീവി സങ്കേതങ്ങളാണ്. അതുപോലെ ലങ്തക് എന്ന് പറയുന്നത് മിസോറാമിലുള്ള വന്യജീവി സങ്കേതമാണ്. ചന്ദ്രപ്രഭ എന്നത് ഉത്തർപ്രദേശിലുള്ള വന്യജീവി സങ്കേതമാണ്. ഗുൽമർഗ്, രാംനഗർ എന്നിവ ജമ്മു കാശ്മീരിലുള്ള വന്യജീവി സങ്കേതങ്ങളാണ്. ഇത് കൂടാതെ ഇനിയും വന്യജീവി സങ്കേതങ്ങളുണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് നോക്കണം. അടുത്ത ചോദ്യം: ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം വരുന്നത് ഡെറാഡൂൺ ആണ്. ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും അത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും ഒന്ന് നോക്കി വെക്കുക. അടുത്ത ചോദ്യം: ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വസ്തുതകൾ സൂചിപ്പിക്കുന്ന സംസ്ഥാനം തിരിച്ചറിഞ്ഞ് താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 3 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ 3 പ്രസ്താവനകളും വായിച്ചിട്ട് അത് ഏത് സംസ്ഥാനത്തെക്കുറിച്ചാണെന്നുള്ളത് ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കണം. ആദ്യത്തെ പ്രസ്താവന നോക്കാം. ഈ സംസ്ഥാനത്തെ അൽവാർ ജില്ലയിലാണ് സരിസ്ക ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. പൊക്രാൻ എന്ന പ്രദേശം ഉൾപ്പെട്ടിരിക്കുന്നത് ഈ സംസ്ഥാനത്തെ ജയ്സാൽമർ ജില്ലയിലാണ്. സത്ലജ് നദീജലം ഉപയോഗപ്പെടുത്തിയുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കനാലായ ഇന്ദിരാഗാന്ധി കനാൽ ഈ സംസ്ഥാനത്താണ് നിലകൊള്ളുന്നത്. ഈ 3 പ്രസ്താവനകളും അത്യാവശ്യം ഈസി ആയിട്ടുള്ള പ്രസ്താവനകളാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് അറിയുകയാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താം. ഇതിലെനിക്ക് തോന്നുന്നു ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പൊക്രാൻ എന്ന പ്രദേശം ഉൾപ്പെട്ടിരിക്കുന്നത് ഈ സംസ്ഥാനത്തെ ജയ്സാൽമർ ജില്ലയിലാണ് എന്നുള്ള പ്രസ്താവനകളിലൂടെ ഓൾമോസ്റ്റ് എല്ലാ ആളുകൾക്കും ഈ ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും അല്ലേ. അതിന് ഉത്തരം വരുന്നത് രാജസ്ഥാനാണ്. രാജസ്ഥാനെക്കുറിച്ചുള്ള 3 ഫാക്ട്സ് ആണ് ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്നത് അല്ലേ. രാജസ്ഥാനിലാണ് സരിസ്ക ടൈഗർ റിസർവ് ഉള്ളത്. അതുപോലെ തന്നെ പൊക്രാൻ എന്ന പ്രദേശം ഉൾപ്പെട്ടിരിക്കുന്നത് രാജസ്ഥാനിലാണ്. അതുപോലെ ഏറ്റവും വലിയ കനാലായ ഇന്ദിരാഗാന്ധി കനാലും സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഒരു ഉപദ്വീപീയ നദീവ്യവസ്ഥയെക്കുറിച്ചാണ്. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഓരോന്നും നമുക്ക് വായിച്ചു നോക്കാം. 1. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദീവ്യവസ്ഥ ആണ്. 2. ഇത് ഉത്ഭവിക്കുന്നത് മഹാബലേശ്വരിന് സമീപത്തുള്ള നീരുറവയിൽ നിന്നാണ്. ഇതിൻ്റെ ദൈർഘ്യം 1400 കിലോമീറ്റർ ആണ്. ഈ നദിയുടെ പ്രധാന പോഷക നദികളാണ് ഭീമയും തുംഗഭദ്രയും. ഈ നദി മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. ഈ ഓപ്ഷൻ 2 or 3 അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ഇതിൻ്റെ ഉത്തരം വരുന്നത് കൃഷ്ണ നദീ വ്യവസ്ഥയാണ്. നമുക്കറിയാവുന്നതാണ്, കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് മഹാബലേശ്വരിന് സമീപമുള്ള നീരുറവയിൽ നിന്നാണ്. അതുപോലെ അതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 1400 കിലോമീറ്റർ ആണ്. ഭീമയും തുംഗഭദ്രയും കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദികളുമാണ്. ഇതുപോലെ തന്നെ മറ്റ് നദികളുടെ നീളം, അതുപോലെ അത് ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്, അതിൻ്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ് എന്നത് കൂടെ ഒന്ന് പഠിച്ചിരിക്കാം. ചേരുംപടി ചേരുന്നവ കണ്ടെത്തുക. ആരവല്ലി നിരകൾ ഡൽഹി മുതൽ അഹമ്മദാബാദ് വരെ. നർമ്മദ താഴ്വാരം, റിഫ്റ്റ് താഴ്വാരം. ഉപദ്വീപീയ പീഠഭൂമി 1600 കിലോമീറ്റർ. കിഴക്കൻ തീരം കാവേരി ഡെൽറ്റ. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 4 എണ്ണവും കറക്റ്റായിട്ടാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. ആരവല്ലി നിരകൾ എന്ന് പറയുന്നത് ഡൽഹി മുതൽ അഹമ്മദാബാദ് വരെയാണ്. നർമ്മദ താഴ്വാരമാണ് റിഫ്റ്റ് താഴ്വാരം. ഉപദ്വീപീയ പീഠഭൂമി 1600 കിലോമീറ്റർ. അതുപോലെ കിഴക്കൻ തീരം കാവേരി ഡെൽറ്റ. 4 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്.
ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്ന ഉയർന്ന വാതക സഞ്ചലനം അഥവാ സംവിധാനം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ജെറ്റ് സ്ട്രീം. ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്ന ഉയർന്ന വാതക സഞ്ചലനം അഥവാ സംവിധാനം എന്ന് പറയുന്നത് ജെറ്റ് സ്ട്രീം. പട്ടികയിൽ താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പട്ടിക 1 കൊടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ ധാതു ഹൃദയഭൂമി, സിർക്കോണിയം, ഇന്ത്യയുടെ കോട്ടൺ പോളിസ്, ഇന്ത്യൻ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി. പട്ടിക 2 കൊടുത്തിരിക്കുന്നത് മുംബൈ, പശ്ചിമ ബംഗാൾ, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, കേരള തീരം. അതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എങ്ങനെയാണ് മാച്ച് ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലേ. ഒന്ന്, ഇന്ത്യയുടെ ധാതു ഹൃദയഭൂമി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇവിടെയുള്ള പട്ടിക 2 ഓപ്ഷൻ സി ആണല്ലേ, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇന്ത്യയുടെ ധാതു ഹൃദയഭൂമി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. 2, സിർക്കോണിയം. പട്ടിക 2 ഓപ്ഷൻ ഡി ആണ് മാച്ച് ആവുന്നത്, കേരള തീരം. കേരള തീരത്താണ് സിർക്കോണിയം കാണപ്പെടുന്നത്. പട്ടിക 1 ഓപ്ഷൻ 3 എന്ന് പറയുന്നത് ഇന്ത്യയുടെ കോട്ടൺ പോളിസ്. അതുമായിട്ട് മാച്ച് ആവുന്നത് പട്ടിക 2 ഓപ്ഷൻ എ ആണ്, മുംബൈ. ഇന്ത്യയുടെ കോട്ടൺ പോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈ. പട്ടിക 1 ഓപ്ഷൻ 4 എന്ന് പറയുന്നത് ഇന്ത്യൻ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി. പട്ടിക 2 അത് മാച്ച് ആവുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ആണല്ലേ, പശ്ചിമ ബംഗാൾ. ഇന്ത്യൻ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി, പശ്ചിമ ബംഗാൾ. അടുത്ത ചോദ്യം നോക്കാം. 1ഉം 2ഉം ലിസ്റ്റിലെ പേരുകൾ ചേരുംപടി ചേർത്ത് കൊടുത്തിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്തുക. 2 ലിസ്റ്റ് ഉണ്ട്, ലിസ്റ്റ് 1, ലിസ്റ്റ് 2. ലിസ്റ്റ് 1 കൊടുത്തിരിക്കുന്നത് ഹിമാലയത്തിലെ ഡിവിഷനുകളാണ്, ലിസ്റ്റ് 2 കൊടുത്തിരിക്കുന്നത് നദികളാണ്. ലിസ്റ്റ് 1 കൊടുത്തിരിക്കുന്നത് ഹിമാലയത്തിലെ ഡിവിഷനുകൾ: പഞ്ചാബ് ഹിമാലയം, കുമയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, ആസാം ഹിമാലയം. ലിസ്റ്റ് 2 കൊടുത്തിരിക്കുന്ന നദികൾ. അതും നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതിൻ്റെ ഓപ്ഷൻസ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് മാച്ച് ആവുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലേ. ലിസ്റ്റ് 1 ഓപ്ഷൻ എയുമായിട്ട് മാച്ച് ആവുന്നത് ലിസ്റ്റ് 2 ഓപ്ഷൻ 2 ആണ്. പഞ്ചാബ് ഹിമാലയം എന്ന് പറയുന്നത് ഇൻഡസ് ടു സത്ലജ്. അതുപോലെ ഓപ്ഷൻ ബി കുമയൂൺ ഹിമാലയം എന്ന് പറയുന്നത് സത്ലജ് ടു കാളി. ഓപ്ഷൻ സി നേപ്പാൾ ഹിമാലയം എന്ന് പറയുന്നത് കാളി ടു ടീസ്റ്റ. ഓപ്ഷൻ ഡി ആസാം ഹിമാലയം എന്ന് പറയുന്നത് ടീസ്റ്റ ടു ബ്രഹ്മപുത്ര. ഹിമാലയത്തിലെ ഡിവിഷൻസ് നിങ്ങളൊരു ഓർഡറിൽ തന്നെ പഠിച്ചു പോവുക. പഞ്ചാബ് ഹിമാലയം, കുമയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, ആസാം ഹിമാലയം. പഞ്ചാബ് ഹിമാലയം ഇൻഡസ് ടു സത്ലജ്, കുമയൂൺ ഹിമാലയം സത്ലജ് ടു കാളി, നേപ്പാൾ ഹിമാലയം കാളി ടു ടീസ്റ്റ, ആസാം ഹിമാലയം ടീസ്റ്റ ടു ബ്രഹ്മപുത്ര. അടുത്ത ചോദ്യം, പാറ്റ്ലാൻഡ്സ് എന്തിൻ്റെ സ്വഭാവ സവിശേഷതയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഛോട്ടാ നാഗ്പൂർ പ്രവിശ്യ. എന്താണ് പാറ്റ്ലാൻഡ് എന്നുള്ളതൊന്ന് നോക്കാം അല്ലേ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ലാവ മൂടിയ മെസസിൻ്റെ പ്രാദേശിക നാമമാണ് പാറ്റ്ലാൻഡ് പീഠഭൂമി. ഒന്നുകൂടെ പറയാം, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ലാവ മൂടിയ മെസസിൻ്റെ പ്രാദേശിക നാമമാണ് പാറ്റ്ലാൻഡ് പീഠഭൂമി. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻസ് നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. അതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, പശ്ചിമഘട്ടം ഒരു എസ്കാർപ്മെൻറ്റ് ആണ്. ആ ഒരു ഓപ്ഷൻ മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ഒന്ന് നോക്കൂ. പശ്ചിമഘട്ടം ഒരു ഇളം മടങ്ങ് മലനിരയാണ് എന്ന് പറഞ്ഞാൽ ഒരു യങ് ഫോൾഡ് മൗണ്ടെയിൻ ആണെന്നാണ് പറയുന്നത്. നമുക്കറിയാം അല്ലേ, പശ്ചിമഘട്ടം വെസ്റ്റേൺ ഘട്ടം എന്ന് പറയുന്നത് ഒരു ഓൾഡ് ഫോൾഡ് മൗണ്ടെയിൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദ ഗ്രേറ്റ് പ്ലെയിൻസ് ഓഫ് ഇന്ത്യ ഈസ് ഓർ ആർ കറക്റ്റ്? ഗ്രേറ്റ് പ്ലെയിൻസ് ഓഫ് ഇന്ത്യ, ഉത്തര മഹാസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോളൂ. അതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 3 സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമാണ് കറക്റ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് നോക്കാം അല്ലേ. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ അലൂവിയം ഡെപ്പോസിറ്റ് ക്യാരീഡ് ഔട്ട് ബൈ റിവേഴ്സ്. നദികൾ കാരണമുള്ള അലൂവിയൽ ഡെപ്പോസിറ്റ് കാരണമാണ് ഗ്രേറ്റ് പ്ലെയിൻസ്, ഉത്തര മഹാസമതലം ഫോം ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ന്യൂവർ അലൂവിയം ഡെപ്പോസിറ്റ്സ് ആർ കോൾഡ് ഗാദർ. അതും കറക്റ്റാണല്ലേ. പുതുതായിട്ടുള്ള അലൂവിയം ഡെപ്പോസിറ്റ്സിനെയാണ് നമ്മൾ ഗാദർ എന്ന് പറയുന്നത്. മറ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ്സും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. വിത്ത് റെഫറൻസ് ടു ദ നാഷണൽ ഹൈവേസ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് NHDP കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ 3 സ്റ്റേറ്റ്മെൻറ്റും ഒന്ന് വായിച്ചു നോക്കുക. വിച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? ഈ സ്റ്റേറ്റ്മെൻറ്റുകളിൽ
ഒന്നും രണ്ടും സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 1, 2 സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമാണ് കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 നോക്കാം. ബംഗളൂരു ആൻഡ് കട്ടക് ലൈ ഓൺ ദ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ സുവർണ ചതുഷ്കോണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ പ്രൊജക്റ്റിനെയാണ് നമ്മൾ സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത്, അല്ലേ? ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ മഹാനഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ഹൈവേ പദ്ധതിയാണ് സുവർണ ചതുഷ്കോണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ബംഗളൂരുവും കടക്കും ഗോൾഡൻ ക്വാഡ്രിലാറ്ററലിൽ ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലത്തെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ചണ്ഡീഗഡ് ആൻഡ് ഹൈദരാബാദ് ലൈ ഓൺ ദ നോർത്ത് സൗത്ത് കോറിഡോർ. നോർത്ത് സൗത്ത് കോറിഡോറിൽ ലൈ ചെയ്യുന്ന 2 സ്ഥലങ്ങളാണ് ചണ്ഡീഗഡും ഹൈദരാബാദും. അതും കറക്റ്റാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്? ആ 2 സ്റ്റേറ്റ്മെൻറ്റ്സും ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ കോഡ്സ് ഗിവൻ ബിലോ. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ബോത്ത് 1 and 2 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് എക്സ്റ്റെൻഡ്സ് അക്രോസ് ദ സ്റ്റേറ്റ്സ് ഓഫ് തമിഴ്നാടു, കേരള ആൻഡ് കർണാടക. നീലഗിരി ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് തമിഴ്നാടുവിൻ്റെയും കേരളത്തിൻ്റെയും കർണാടകയുടെയും ഭാഗമാണ് എന്നുള്ളത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ യുനെസ്കോ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം. യുനെസ്കോ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൻ്റെ ഭാഗമാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും കറക്റ്റാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഗ്രേ ഹോൺബിൽസ് വർ റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വിച്ച് സാങ്ച്വറി? ഇന്ത്യൻ ഗ്രേ ഹോൺബിൽസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, കൊണ്ടുവന്നിരിക്കുന്നത് ഏത് സാങ്ച്വറിയിലേക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഗീർ നാഷണൽ പാർക്ക്. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. 2 പട്ടികകൾ കൊടുത്തിട്ടുണ്ട്. പട്ടിക 1 നൽകിയിരിക്കുന്നത് ചെനാബ്, ചമ്പൽ, ബ്രഹ്മപുത്ര, നർമ്മദ. പട്ടിക 2 കൊടുത്തിരിക്കുന്നത് സാങ്പോ, ദുവാന്തർ വെള്ളച്ചാട്ടം, ബാരാലാച്ച പാസ്, ബാഡലാൻഡ് ഭൂപ്രകൃതി. ഇതിന് ഓപ്ഷൻസ് ഞാൻ അവിടെ മുകളിൽ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, കാണാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നമുക്ക് എങ്ങനെയാണ് മാച്ച് ആവുക എന്നുള്ളതൊന്ന് നോക്കാം. പട്ടിക 1 ഓപ്ഷൻ എ ചെനാബ്, പട്ടിക 2 ബാരാലാച്ച പാസുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. പട്ടിക 1 ചമ്പൽ എന്ന് പറയുന്നത് പട്ടിക 2 ബാഡ്ലാൻഡ് ഭൂപ്രകൃതിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ പട്ടിക 1 ബ്രഹ്മപുത്ര, പട്ടിക 2 സാങ്പോ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. പട്ടിക 1 നർമ്മദ എന്ന് പറയുന്നത് പട്ടിക 2 ബാരാലാച്ച പാസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? അതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഒഡീഷ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഒഡീഷയാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന കരേവാസ് ഫോർമേഷനെ കുറിച്ചുള്ള വസ്തുതകളിൽ ഏത് അല്ലെങ്കിൽ ഏതൊക്കെ വസ്തുതകൾ ശരിയാണ്? ആ സ്റ്റേറ്റ്മെൻറ്റ് 3 ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2 മാത്രമാണ് ശരി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ കൊടുത്തിരിക്കുന്നത്? കശ്മീരും വടക്ക് പടിഞ്ഞാറ് ഹിമാലയവും. കരേവാസ് ഫോർമേഷനെ കുറിച്ചുള്ള വസ്തുതകളിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ ഫൈൻ ഗ്രെയിൻസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഫൈൻ ഗ്രെയിൻസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോളൂ. അതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണല്ലേ. എന്താ ഓപ്ഷൻ ഡി കൊടുത്തിരിക്കുന്നത്? ഓൺലി 3 എന്ന് പറയുമ്പോൾ റൈസും വീറ്റും മാത്രമാണ് ഇന്ത്യയിലെ ഫൈൻ ഗ്രെയിൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ. അടുത്ത ചോദ്യം, 10 ഡിഗ്രി ചാനൽ ഡാഷ് ദ്വീപ സമൂഹങ്ങളെ 2 ഗ്രൂപ്പുകളായി വേർതിരിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെ വേർതിരിക്കുന്നതാണ് 10 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അളകനന്ദ ഭാഗീരഥി നദികൾ സംഗമിക്കുന്ന സ്ഥലത്തിൻ്റെ പേര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ദേവപ്രയാഗ്. അളകനന്ദ ഭാഗീരഥി നദികൾ സംഗമിക്കുന്ന സ്ഥലമാണ് ദേവപ്രയാഗ്. ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് കൂടെ അറിഞ്ഞിരിക്കുക. ഗംഗ, യമുന, സരസ്വതി നദികൾ സംഗമിക്കുന്ന സ്ഥലമാണ് പ്രയാഗ്. ഇത് അറിയപ്പെടുന്നത് ത്രിവേണി സംഗമം എന്നാണ്. അതുപോലെ തന്നെ അളകനന്ദയും മന്ദാകിനിയും സംഗമിക്കുന്ന സ്ഥലമാണ് രുദ്രപ്രയാഗ്. അളകനന്ദയും പിണ്ടാറും സംഗമിക്കുന്ന സ്ഥലം കർണപ്രയാഗ്. അളകനന്ദയും ധൗളി ഗംഗയും സംഗമിക്കുന്ന സ്ഥലം വിഷ്ണു പ്രയാഗ്. ഇത്രയും കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്തിരിക്കാം.
അടുത്ത ചോദ്യം, ഹിമാലയത്തിൻ്റെ പ്രാദേശിക വിഭജനത്തെക്കുറിച്ചുള്ള ശരിയായ വസ്തുത തിരിച്ചറിയുക. 1. പഞ്ചാബ് ഹിമാലയം സിന്ധു നദിക്കും സത്ലജ് നദിക്കും ഇടയിലാണ്. 2. നേപ്പാൾ ഹിമാലയം കാളി നദിക്കും ടീസ്റ്റ നദിക്കും ഇടയിൽ വ്യാപിച്ചു കിടക്കുന്നു. 3. ടീസ്റ്റ നദിക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയിലാണ് അസം ഹിമാലയം. 4. കുമയൂൺ ഹിമാലയം സത്ലജ് നദിക്കും ടീസ്റ്റ നദിക്കും ഇടയിൽ വ്യാപിച്ചു കിടക്കുന്നു. ഓപ്ഷൻസ് നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3 സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമാണ് ശരി. നമ്മൾ മറ്റൊരു ചോദ്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ് ഹിമാലയത്തിൻ്റെ വിഭജനത്തെക്കുറിച്ച്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരി കണ്ടെത്തുക. പ്രസ്താവനകൾ വായിച്ചു നോക്കാം. എ. 12 ഡിഗ്രി ഹിമാനികൾ ലാഹുൽ സ്പിതി താഴ്വരയിലാണ്. ബി. ഹിമാനികളിൽ നിന്നുള്ള ഒഴുക്ക് സോൺ നദിയിലേക്ക് ഉറവിട ജലം പ്രദാനം ചെയ്യുന്നു. സി. ലാഹുൽ സ്പിതി ഹിമാലയത്തിൻ്റെ ഉൾപ്രദേശത്തുള്ള പിർ പഞ്ചൽ മേഖലയിലുള്ള വടക്കൻ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്നു. ഡി. ലാഹുൽ സ്പിതിയും ഹിമാചൽ പ്രദേശിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി ലിപുലേഖ് ചുരം ബന്ധിപ്പിച്ചിരിക്കുന്നു. ഓപ്ഷൻസ് നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. എയും സിയും മാത്രമാണ് ശരി. ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് വായിക്കാം. 12 ഡിഗ്രി ഹിമാനികൾ ലാഹുൽ സ്പിതി താഴ്വരയിലാണ്. അതുപോലെ ലാഹുൽ സ്പിതി ഹിമാലയത്തിൻ്റെ ഉൾപ്രദേശത്തുള്ള പിർപാഞ്ചൽ മേഖലയിലുള്ള വടക്കൻ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ വിളവെടുപ്പ് സീസണുകളെ കുറിച്ചുള്ള പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. 1. ശീതകാലം ആരംഭിക്കുന്നതോടെ റാബി സീസൺ ആരംഭിക്കുന്നു. 2. റാബി വിളയുടെ വിളവെടുപ്പിനു ശേഷം ആരംഭിക്കുന്ന വിളവെടുപ്പിൻ്റെ ഒരു ചെറിയ കാലയളവാണ് സെയ്ദ്. 3. ഖാരിഫ് സീസൺ പ്രധാനമായും തെക്കു പടിഞ്ഞാറൻ മൺസൂണുമായി ഒത്തുപോകുന്നു. ഓപ്ഷൻസ് നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം കറക്റ്റാണ്. ശീതകാലം ആരംഭിക്കുന്നതോടെ റാബി സീസൺ ആരംഭിക്കുന്നു. അതുപോലെ റാബി വിളയുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന വിളവെടുപ്പിൻ്റെ ഒരു ചെറിയ കാലയളവാണ് സെയ്ദ്. ഖാരിഫ് സീസൺ പ്രധാനമായും തെക്കു പടിഞ്ഞാറൻ മൺസൂണുമായി ഒത്തുപോകുന്നു. പ്രധാനമായും 3 സീസണാണുള്ളത്: ഖാരിഫ്, റാബി, സെയ്ദ്. ഈ 3 സീസണുകളെ കുറിച്ചും വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. എപ്പോഴാണ്, ഏത് മാസ കാലയളവിലാണ് ഈ സീസൺസ് വരുന്നത്, അതുപോലെ ഏതൊക്കെയാണ് ഖാരിഫ് വിളകൾ, ഏതൊക്കെയാണ് സെയ്ദ് വിളകൾ, ഏതൊക്കെയാണ് റാബി വിളകൾ, ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരങ്ങളിൽ നിന്ന് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. 1. കിഴക്കൻ ഹിമാലയത്തിൽ കരേവാസ് രൂപീകരണം കണ്ടെത്തി. 2. കരേവാസ് രൂപീകരണം കാശ്മീർ ഹിമാലയത്തിൽ കണ്ടെത്തി. ഇതേപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട് മുൻപ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരി. രണ്ടാമത്തെ പ്രസ്താവന എന്താണെന്ന് നോക്കാം അല്ലേ. കരേവാസ് രൂപീകരണം കാശ്മീർ ഹിമാലയത്തിൽ കണ്ടെത്തി എന്നുള്ളത് ആണ് ശരി. അടുത്ത ചോദ്യം, താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വിശകലനം ചെയ്ത് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അളകനന്ദയും ഭാഗീരഥിയും ദേവപ്രയാഗിൽ കൂടിച്ചേരുന്ന പോഷക നദികൾ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഗാഗര നദി ഉത്ഭവിക്കുന്നത് മപ്ചാചുങ്കോയിലെ ഹിമാനികളിൽ നിന്നാണ്. ഓപ്ഷൻസ് വായിച്ചു നോക്കിക്കോളൂ. ഇതിന് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2 സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റാണ്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. അളകനന്ദയും ഭാഗീരഥിയും ദേവപ്രയാഗിൽ കൂടിച്ചേരുന്ന പോഷക നദികളാണ്. അത് നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി. ഗാഗര നദി ഉത്ഭവിക്കുന്നത് മാപ്ചാചുങ്കോയിലെ ഹിമാനികളിൽ നിന്നാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. സിർക്ക്, ഹോൺ, യു ആകൃതിയിലുള്ള താഴ്വരകൾ എന്നിവ ഹിമാനികളുടെ മണ്ണൊലിപ്പുള്ള ഭൂപ്രകൃതിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സ്റ്റാലക്കൈറ്റുകൾ, സ്റ്റാലക്മൈറ്റുകൾ, പില്ലേഴ്സ് എന്നിവ ഭൂഗർഭജലത്തിൻ്റെ മണ്ണൊലിപ്പുള്ള ഭൂപ്രകൃതിയാണ്. ഓപ്ഷൻസ് വായിച്ചു നോക്കിക്കോളൂ. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റ്. സിർക്ക്, ഹോൺ, യു ആകൃതിയിലുള്ള താഴ്വരകൾ എന്നിവ ഹിമാനികളുടെ മണ്ണൊലിപ്പുള്ള ഭൂപ്രകൃതിയാണ്. അടുത്ത ചോദ്യം നോക്കാം. ലിസ്റ്റ് 1മായി ലിസ്റ്റ് 2 യോജിപ്പിക്കുക. ലിസ്റ്റിന് താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ലിസ്റ്റ് 1 കൊടുത്തിരിക്കുന്നത് പീക്കുകളും ലിസ്റ്റ് 2 കൊടുത്തിരിക്കുന്നത് റേഞ്ചുമാണ്.
ലിസ്റ്റ് 1 കൊടുത്തിരിക്കുന്നത് ധൂപ്ഗഡ്, ഗുരുശിഖർ, ആനമുടി, ദോഡാബേട്ട. ലിസ്റ്റ് 2 കൊടുത്തിരിക്കുന്നത് നീലഗിരി, സത്പുര, ആരവല്ലി, അണ്ണാമലൈ. ഓപ്ഷൻസ് നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. എങ്ങനെയാണ് മാച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. ലിസ്റ്റ് 1 ഓപ്ഷൻ 1 ധൂപ്ഗഡ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ലിസ്റ്റ് 2 സത്പുരയുമായിട്ടാണ്. ധൂപ്ഗഡ്, സത്പുര. അതുപോലെ ഗുരുശിഖർ എന്ന് പറയുന്നത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ആരവല്ലി. ആനമുടി അണ്ണാമലൈ. ദോഡാബേട്ട നീലഗിരി. അടുത്ത ചോദ്യം, കാശ്മീർ താഴ്വരയിൽ കാണപ്പെടുന്ന ലാക്വസ്ട്രിൻ ഡെപ്പോസിറ്റ്സ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, കരേവ. കാശ്മീർ താഴ്വരയിൽ കാണപ്പെടുന്ന ലാക്വസ്ട്രിൻ ഡെപ്പോസിറ്റ്സ് ആണ് കരേവ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണൽ അടൽ ടണൽ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? അതിനുത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഹിമാചൽ പ്രദേശ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണലായിട്ടുള്ള അടൽ ടണൽ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് ആരവല്ലി. ആരവല്ലി പർവ്വതനിരയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ പ്രാധാന്യമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ് നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, പ്രാധാന്യമില്ലാത്തതാണ്. അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക. ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലുള്ള വേർതിരിക്കുന്ന മതിലായി ആരവല്ലി പ്രവർത്തിക്കുന്നു എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. മൺസൂൺ സമയത്ത് ആരവല്ലി പർവ്വതനിരകൾ ഒരു തടസ്സമായി നിലനിൽക്കുന്നു. അതിനാൽ മൺസൂൺ മേഘങ്ങൾ കിഴക്കോട്ട് നീങ്ങുന്നു. കൂടാതെ ഉപഹിമാലയൻ നദികളെ നട്ടുവളർത്തുകയും ഉത്തരേന്ത്യൻ സമതലത്തിന് ഭക്ഷണം നൽകുകയും ചെയ്യുന്നു. ആരവല്ലി താർ മരുഭൂമിക്കും ഉത്തരേന്ത്യൻ സമതലത്തിനും ഇടയിലുള്ള ഒരു തടസ്സമായി നിലനിൽക്കുന്നു. രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന പ്രദേശത്തിൻ്റെ ഭൂഗർഭജല റീചാർജായി പച്ചപ്പുള്ള ആരവല്ലി പ്രവർത്തിക്കുന്നു. ഗോതമ്പ് കൃഷിക്ക് താഴെ പറയുന്നവയിൽ ഏത് അവസ്ഥയാണ്, താപനില, മഴ, മണ്ണിൻ്റെ തരം, നല്ലത്? ഓപ്ഷൻസ് വായിച്ചു നോക്കിക്കോളൂ. ഇതിന് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. താപനില 10 മുതൽ 15 ഡിഗ്രി സെൽഷ്യസ് വരെ വിതയ്ക്കുന്ന സമയം. അതുപോലെ 21 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് കായ്കൾ വിളയുന്ന സമയം. മഴ 75 മുതൽ 100 സെൻറ്റിമീറ്റർ. മണ്ണ് നന്നായി വറ്റിച്ച് ഫലഭൂയിഷ്ഠമായ പശ്ചിമരാശിയും കളിമണ്ണും നിറഞ്ഞ പശ്ചിമരാശിയും. ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.